മലയാള സിനിമയിൽ കംപ്ലീറ്റ് ആക്ടർ എന്ന് ആരാധകരും സിനിമാ പ്രേമികളും വിളിക്കുന്ന നടൻ ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന പേര് മോഹൻലാൽ എന്നാണ്. മാസ് റോൾസ് മുതൽ സൂക്ഷ്മമായ അഭിനയങ്ങൾ വരെയും കോമഡി മുതൽ ഇമോഷണൽ സീൻസ് വരെയും എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും നാച്ചുറലായി ചെയ്യാനുള്ള മോഹൻലാലിൻ്റെ കഴിവാണ് മോഹൻലാലിനെ വേറിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോഹൻലാൽ എന്തുകൊണ്ടാണ് മലയാളം സിനിമയിലെ കംപ്ലീറ്റ് ആക്ടർ എന്ന് അറിയപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ്. ആക്ടിംഗ് റേഞ്ചും സ്ക്രീൻ പ്രസൻസും വേഴ്സറ്റാലിറ്റിയും അതുപോലെ തന്നെ ഇമോഷണൽ ഡെപ്തും ഇവയൊക്കെയാണ് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. മോഹൻലാൽ തൻ്റെ സിനിമാ കരിയർ ആരംഭിച്ചപ്പോൾ മോഹൻലാൽ ടിപ്പിക്കൽ ഹീറോ ഇമേജുള്ള ആക്ടർ ആയിരുന്നില്ല. ആദ്യകാലത്ത് വില്ലൻ റോൾസിലൂടെയും സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിലൂടെയുമാണ് മോഹൻലാൽ ശ്രദ്ധ നേടിയത്. ഡയലോഗ് ഡെലിവറി പോലും റിയൽ ലൈഫ് കോൺവെർസേഷൻ പോലെ തോന്നുന്നതായിരുന്നു മോഹൻലാലിനെ വേറിട്ട് നിർത്തിയത്. മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടറാക്കിയ ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ആക്ടിംഗ് ആണ്. സാഡ് സീൻസ് ആയാലും കോമഡി സീൻസ് ആയാലും ഓഡിയൻസിന് അത് ഫോഴ്സ്ഡ് ആയി തോന്നാറില്ല. അതുകൊണ്ടാണ് പല ഡയറക്ടേഴ്സും മോഹൻലാലിനെ ഇഫേർട്ട്ലെസ് ആക്ടർ എന്ന് വിളിക്കുന്നത്. ഓവർ ആക്ടിംഗ് ഇല്ലാതെ സിമ്പിൾ എക്സ്പ്രഷൻസ് കൊണ്ടുപോലും ഇമോഷൻസ് കൺവേ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. മോഹൻലാലിൻ്റെ കോമഡി ടൈമിംഗ് ഇന്നും മലയാള സിനിമയിലെ ബെസ്റ്റിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കിലുക്കം, ചിത്രം, തേന്മാവിൻ കൊമ്പത്ത് ഇത്തരത്തിലുള്ള സിനിമകളിൽ ഹ്യൂമർ വളരെ നാച്ചുറലായി അദ്ദേഹം അവതരിപ്പിച്ചു. ഫാമിലി ഓഡിയൻസ് കണക്ട് ചെയ്യാൻ ഇതും വലിയ കാരണമായി. കോമഡി മാത്രമല്ല, മാസ് റോളുകളിലും ആക്ഷൻ റോളുകളിലും മോഹൻലാൽ വലിയ വിജയം നേടി. നരസിംഹം, ലൂസിഫർ, സ്ഫടികം ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ പവർഫുൾ മാസ് ഹീറോ ഇമേജ് ബിൽഡ് ചെയ്യാൻ മോഹൻലാലിന് കഴിഞ്ഞു. ഡയലോഗ് ഡെലിവറി അതുപോലെ തന്നെ സ്ക്രീൻ പ്രസൻസ് ഈ റോൾസിനെ ഐക്കോണിക്കാക്കി മാറ്റിയിരുന്നു. മോഹൻലാലിൻ്റെ മറ്റൊരു വലിയ സ്ട്രെങ്ത്താണ് വേഴ്സറ്റാലിറ്റി. ഒരു സിനിമയിൽ കോമഡി ഹീറോ, മറ്റൊരു സിനിമയിൽ ഇൻറ്റൻസ് ഇമോഷണൽ ക്യാരക്ടർ, വേറൊരു സിനിമയിൽ മാസ് ആക്ഷൻ സ്റ്റാർ. ഈ ട്രാൻസ്ഫോർമേഷൻ വളരെ ഇഫോർട്ട്ലെസ്ലി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതുകൊണ്ടാണ് ജനറേഷൻ മാറിയിട്ടും മോഹൻലാലിൻ്റെ ഫാൻ ബേസ് സ്ട്രോങ് ആയി തുടരുന്നത്. മോഹൻലാൽ മലയാള സിനിമയുടെ ആക്ടിംഗ് സ്റ്റാൻഡേർഡ് തന്നെ മാറ്റിയ നടന്മാരിൽ ഒരാളാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് വരെ അദ്ദേഹത്തിൻ്റെ അഭിനയ സ്റ്റൈൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. സിമ്പിൾ സീൻസ് പോലും മെമ്മറബിൾ ആക്കാനുള്ള പവറാണ് അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ഒരു ആക്ടിംഗ് സ്കൂൾ പോലെ കണക്കാക്കപ്പെടുന്നത്. മോഹൻലാലിൻ്റെ ഇമോഷണൽ ആക്ടിംഗ് ആണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കാൻ മറ്റൊരു പ്രധാന കാരണം. ഭരതം, വാനപ്രസ്ഥം, തന്മാത്ര ഇത്തരത്തിലുള്ള സിനിമകളിൽ സ്യൂട്ടബിൾ ഇമോഷൻസ് വളരെ റിയലിസ്റ്റിക്കായി അദ്ദേഹം അവതരിപ്പിച്ചു. ഓഡിയൻസിനെ ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള എബിലിറ്റി വളരെ റെയറാണ്. ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ കംപ്ലീറ്റ് ആക്ടർ എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിച്ച പേരുകളിൽ ഒന്നാണ് മോഹൻലാലിൻ്റേത്. നാച്ചുറൽ ആക്ടിംഗ്, വേഴ്സറ്റാലിറ്റി, കോമഡി ടൈമിംഗ്, ഇമോഷണൽ ഡെപ്ത് അതുപോലെ തന്നെ സ്ക്രീൻ പ്രസൻസ് ഇവയാണ് മോഹൻലാലിനെ ഡിക്കേഡ്സ് കഴിഞ്ഞിട്ടും ലെജൻഡറി ആക്ടറായി നിലനിർത്തുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് മോഹൻലാൽ മൂവി ഏതാണെന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.